ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 16 അധ്യായത്തെക്കുറിച്ചാണ്. 2 ദിനവൃത്താന്തം 16 അധ്യായം യഹൂദ രാജാവായ ആസായുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് രേഖപ്പെടുത്തുന്നത്. തന്റെ ഭരണത്തിന്റെ ആദ്യകാലങ്ങളിൽ ദൈവത്തെ പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുകയും രാജ്യത്ത് ആത്മീയ നവീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത രാജാവാണ് ആസ. വിഗ്രഹാരാധന എതിർക്കുകയും യഹോവയുടെ ആരാധന പുനഃസ്ഥാപിക്കുകയും ജനങ്ങളെ ദൈവത്തോട് വിശ്വസ്തരാകുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അതേ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ട് ഈ അധ്യായം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, വിശ്വാസ ജീവിതത്തിൽ നല്ല തുടക്കം കുറിക്കുന്നതിനേക്കാൾ അവസാനം വരെ ദൈവത്തോട് വിശ്വസ്തരായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ ശക്തമായി ഓർമ്മിപ്പിക്കുന്ന ഒരു ആത്മീയ സന്ദേശം കൂടെയാണ്. ഈ അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ രാജാവായ ബാഷ യഹൂദയെ സമ്മർദ്ദത്തിലാക്കുന്നതിനായി രാമ എന്ന പട്ടണം ശക്തിപ്പെടുത്തുന്നു. ഇത് യഹൂദയുടെ വ്യാപാരത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന ഒരു സൈനിക തന്ത്രമായിരുന്നു. ഈ സാഹചര്യത്തിൽ ആസായുടെ മുമ്പിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്നാമത്തേത് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ദൈവത്തെ അന്വേഷിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുക. രണ്ടാമത്തേത് രാഷ്ട്രീയ സഖ്യങ്ങളും മനുഷ്യ സഹായവും ആവശ്യപ്പെടുക. ദുഃഖകരമെന്ന് പറയട്ടെ, ആസ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. ആസ ദൈവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും വെള്ളിയും സ്വർണവും എടുത്ത് ആരാം രാജാവായ ബെൻഹദദിന് അയക്കുകയും ഇസ്രായേൽ രാജാവിനെതിരെ സഖ്യം ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ബെൻഹദദ് ആസായുടെ അഭ്യർത്ഥന അംഗീകരിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു. അതിന്റെ ഫലമായി ബാഷ രാമയുടെ നിർമ്മാണം നിർത്തേണ്ടി വന്നു. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ആസായുടെ പദ്ധതി വിജയിച്ചതായി തോന്നി. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അത് വിശ്വാസത്തിന്റെ പരാജയമായിരുന്നു. എല്ലാ വിജയങ്ങളും ദൈവഹിത പ്രകാരമുള്ള വിജയങ്ങളല്ല എന്ന സത്യം ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യബുദ്ധി ചിലപ്പോൾ താൽക്കാലിക നേട്ടങ്ങൾ നൽകാമെങ്കിലും ദൈവത്തിലുള്ള ആശ്രയമാണ് സ്ഥിരമായ അനുഗ്രഹത്തിലേക്കുള്ള വഴി. ഈ സാഹചര്യത്തിലാണ് ദൈവം ഹനാനി എന്ന പ്രവാചകനെ ആസായുടെ അടുക്കൽ അയക്കുന്നത്. പ്രവാചകന്റെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിച്ചു. ഈ വാക്കുകൾ മുഴുവൻ അധ്യായത്തിന്റെ ആത്മീയ ഹൃദയമാണ്. ദൈവം ആസായെ കുറ്റപ്പെടുത്തിയത് രാഷ്ട്രീയ ഉടമ്പടിക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യശക്തിയിൽ വിശ്വാസം വെച്ചതിനാലാണ്. ദൈവം പിന്നീട് ആസായുടെ മുൻകാല അനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കൂശ്യരുടെയും ലൂബ്യരുടെയും വലിയ സൈന്യം യഹൂദയെ ആക്രമിച്ചപ്പോൾ ആസ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം അത്ഭുതകരമായി വിജയം നൽകുകയും ചെയ്തിരുന്നു. അതേ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന സത്യം ആസ മറന്നുപോയി. വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നാണ് ദൈവം ചെയ്ത മുൻകാല അത്ഭുതങ്ങളെ മറക്കുന്നത്. ഹനാനി പ്രവാചകൻ പറഞ്ഞ ഏറ്റവും പ്രസിദ്ധമായ വാക്യങ്ങളിൽ ഒന്നാണ്, യഹോവയുടെ കണ്ണുകൾ ഭൂമിയിലാകെ സഞ്ചരിക്കുന്നു, തന്നോട് പൂർണ്ണ ഹൃദയമുള്ളവരെ ശക്തിപ്പെടുത്തുവാനാണ്. ഈ വാക്യം ദൈവത്തിന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു. ദൈവം അന്വേഷിക്കുന്നത് വലിയ സൈന്യങ്ങളെയോ വലിയ സമ്പത്തുകളെയോ വലിയ അധികാരങ്ങളെയോ അല്ല. അവൻ അന്വേഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ അവനിൽ ആശ്രയിക്കുന്ന മനുഷ്യരെയാണ്. മനുഷ്യന്റെ ബലഹീനത ദൈവത്തിന് തടസ്സമല്ല, എന്നാൽ അവിശ്വാസം ദൈവത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സമാകുന്നു. എന്നിരുന്നാലും ആസ ഈ പ്രവാചക സന്ദേശം വിനയത്തോടെ സ്വീകരിച്ചില്ല. പകരം ഹനാനിയെ തടവിലാക്കുകയും ചില ജനങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്തു. ഇവിടെ മറ്റൊരു ആത്മീയ സത്യം വെളിപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ആത്മീയ വീഴ്ച പലപ്പോഴും ഒരു തെറ്റായ തീരുമാനത്തിൽ അവസാനിക്കുന്നില്ല. ദൈവത്തിന്റെ തിരുത്തൽ നിരസിക്കുന്നതിലൂടെയാണ് അത് കൂടുതൽ ഗുരുതരമാകുന്നത്. ദൈവം തന്റെ ജനത്തെ തിരുത്തുന്നത് അവരെ ശിക്ഷിക്കാനല്ല, മറിച്ച് അവരെ വീണ്ടും ശരിയായ വഴിയിലേക്ക് നയിക്കാനാണ്.
തിരുത്തൽ സ്വീകരിക്കുന്ന ഹൃദയം ആത്മീയ വളർച്ചയുടെ അടയാളമാണ്. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ആസായിക്ക് ഗുരുതരമായ കാലുരോഗം ബാധിക്കുന്നു. എന്നാൽ ബൈബിൾ രേഖപ്പെടുത്തുന്ന ഏറ്റവും ദുഃഖകരമായ വസ്തുത ഇതാണ്: രോഗത്തിലായിരിക്കുമ്പോഴും അവൻ യഹോവയെ അന്വേഷിച്ചില്ല, വൈദ്യന്മാരെ മാത്രമാണ് ആശ്രയിച്ചത്. ഈ വാക്യം ദൈവശാസ്ത്രത്തിനെതിരായ പ്രസ്താവനയല്ല. ദൈവം മനുഷ്യന് നൽകിയ അറിവും ചികിത്സയും അവന്റെ കൃപയുടെ ഭാഗമാണ്. പ്രശ്നം വൈദ്യനെ സമീപിച്ചതല്ല, മറിച്ച് ദൈവത്തെ പൂർണ്ണമായി അവഗണിച്ചതാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയും ചികിത്സയും പരസ്പരം വിരുദ്ധമല്ല, അവ ഒരുമിച്ച് നടക്കേണ്ടവയാണ്. രോഗസമയത്ത് വൈദ്യസഹായം സ്വീകരിക്കുന്നതോടൊപ്പം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയും അവന്റെ കൃപയിൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസിയുടെ കടമയാണ്. ആസായുടെ ജീവിതം വിശ്വാസത്തിന്റെ ഒരു വലിയ പാഠപുസ്തകമാണ്. ജീവിതത്തിന്റെ തുടക്കത്തിൽ ദൈവത്തെ അന്വേഷിച്ച ഒരു രാജാവ് ജീവിതത്തിന്റെ അവസാനം മനുഷ്യാശ്രയത്തിലേക്ക് വഴുതി പോകുന്നു. ഇതോരോ വിശ്വാസിയെയും ജാഗ്രതപ്പെടുത്തുന്നു. ഇന്നലെ ദൈവത്തോട് വിശ്വസ്തനായിരുന്നത് കൊണ്ട് മാത്രം ഇന്ന് വിശ്വസ്തനായിരിക്കുമെന്ന് ഉറപ്പില്ല. ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കുന്ന പുതിയ തീരുമാനമാണ് വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ അധ്യായം പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ഒരു വ്യക്തമായ വ്യത്യാസം കാണാം. ആസ പ്രതിസന്ധിയിൽ മനുഷ്യരെ ആശ്രയിച്ചു, എന്നാൽ യേശുക്രിസ്തു തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പിതാവിന്റെ ഇഷ്ടത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. ഗത്സമനിയിൽ അവൻ പ്രാർത്ഥിച്ചത് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവാണ് ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയത്തിന്റെ പരിപൂർണ മാതൃക. ഇന്നത്തെ സഭയ്ക്കും ഈ അധ്യായം വളരെ പ്രസക്തമാണ്. സഭയുടെ വളർച്ച മനുഷ്യ പദ്ധതികളിലും സാമ്പത്തിക ശേഷിയിലും സംഘടനാപരമായ കഴിവുകളിലും മാത്രം അല്ല. പ്രാർത്ഥന, ദൈവവചനം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് എന്നിവയാണ് സഭയുടെ യഥാർത്ഥ ശക്തി. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ശുശ്രൂഷയിലും സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളിലും ആദ്യം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ജീവിതമാണ് വിശ്വാസത്തിന്റെ അടയാളം. ദൈവം ഇന്നും ഭൂമിയിലാകെ നോക്കി പൂർണ്ണ ഹൃദയത്തോടെ അവനിൽ ആശ്രയിക്കുന്നവരെ ശക്തിപ്പെടുത്താൻ തയ്യാറാണ്. അവസാനമായി 2 ദിനവൃത്താന്തം 16-ാം അധ്യായം ഒരു രാജാവിന്റെ ചരിത്രം മാത്രമല്ല, ഓരോ വിശ്വാസിയുടെയും ആത്മീയ യാത്രയുടെ കണ്ണാടിയാണ്. ദൈവത്തിൽ ആരംഭിച്ച ജീവിതം ദൈവത്തിൽ തന്നെ അവസാനിക്കണം. മനുഷ്യശക്തിയും രാഷ്ട്രീയ ബുദ്ധിയും സാമ്പത്തിക സുരക്ഷയും ആരോഗ്യ സംരക്ഷണവും എല്ലാം ജീവിതത്തിൽ പ്രാധാന്യമുള്ളവയാണ്. എന്നാൽ അവ ഒരിക്കലും ദൈവത്തിന്റെ സ്ഥാനത്ത് വരരുത്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയും അവന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിജയികൾ. അതിനാൽ തന്നെ ഈ അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടുത്തരുത്. നല്ല തുടക്കത്തേക്കാൾ വിലപ്പെട്ടത് അവസാനം വരെ ദൈവത്തോട് വിശ്വസ്തനായി നിലനിൽക്കുന്ന ജീവിതമാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.